ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 4 കിലോമീറ്റർ മാത്രം ദൂരത്തിലായിട്ടും ആലുവ കാർമൽ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരത്തിലുമായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ആലുവയ്ക്കും കളമശ്ശേരിക്കും മിഡിലായിട്ടുള്ളൊരു ഏരിയയാണ്. കല്ലിങ്കപ്പറമ്പെന്നാണ് ഈ ജംഗ്ഷന് പേര് വരുന്നത്. ബസ് റൂട്ടാണ്. അവിടുന്ന് 100 മീറ്റർ മാത്രം ദൂരത്തിലായിട്ടാണ് ഈ വീട് വരുന്നത്. 4 സെൻറ്റ് 170 ലിങ്സ് ലാൻഡ് ഏരിയയിൽ 1750 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയും അതുപോലെ വർക്ക് ഏരിയയും കൂടി കവർ ചെയ്തിട്ടുണ്ട്. അതും കൂടി ചേർക്കുമ്പോൾ ഏകദേശം 2000 സ്ക്വയർ ഫീറ്റോളം വീട് വരുന്നുണ്ട്. മനോഹരമായിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ആലുവ സിറ്റി വളരെ അടുത്താണ്, അതുപോലെ കളമശ്ശേരിയും വളരെ അടുത്താണ്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. ടൈല് വിരിച്ചിരിക്കുകയാണ്. വീതിയുള്ള ഇന്ത്യാന റോഡാണ് ഇതിന് വന്നിരിക്കുന്നത്. എലവേഷൻ വന്നിരിക്കുന്നത് ബോക്സി ഡിസൈനിലാണ്. കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത്. നേരെ കോമ്പൗണ്ടിനകത്തേക്ക് വരാം. വലിയൊരു വാഹനം ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കുണ്ട് പോർച്ചിനകത്ത്. കൂടാതെ പവർ പോയിൻ്റ് വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് സൗത്ത് സൈഡാണ്. നടക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പോർച്ചിൽ തന്നെ ഇരിക്കാനുള്ളൊരു സ്പേസും കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റാണ് വിരിച്ചിരിക്കുന്നത്. അപ്പോൾ ചുറ്റും നടക്കാനുള്ള സ്പേസോട് കൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ ഇതിൽ ടൈലും ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്കും വരുന്നുണ്ട്. ഗേറ്റ് വരുന്നത് ഒന്ന് ഫോൾഡ് ചെയ്യുന്ന രീതിയിലും ഒന്ന് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലുമാണ്. ഇവിടെയും നമുക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. ഇവിടെയായിട്ടാണ് വെല്ല് വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗമാണ്. KW വാട്ടറിൻ്റെ കണക്ഷനും അവൈലബിൾ ആണ്. അപ്പം നോർത്ത് സൈഡിലും ധാരാളം സ്പേസ് ഉണ്ട്. ചുറ്റും ടൈൽ ഒട്ടിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വീടിനകത്തേക്ക് കയറാം. സിറ്റൗട്ട് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. സ്ട്രെയിറ്റ് ആയിട്ട് അകത്തേക്ക് കയറാം. സിറ്റൗട്ടിന് മേലെയായിട്ടും ഫാസ്റ്റ് സീലിങ്ങിൽ LED ലൈറ്റുകളൊക്കെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 2 പീസ് ഡോറാണ് വന്നുള്ളത്. ട്രഡീഷണൽ രീതിയിലുള്ള ഡിസൈനാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന ഡോറും കൂടിയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ ലിവിങ് സ്പേസിലാണ്. നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ലിവിങ് സ്പേസാണ്. നല്ല വലിപ്പമുണ്ട് ലിവിങ് സ്പേസിന്. ഇത് ഈസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡാണ്. ഈസ്റ്റ് സൈഡിൽ ഫ്രഞ്ച് വിൻഡോസ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മേലെ ഭംഗിയായിട്ട് ഫാസ്റ്റ് സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. സി ടൈപ്പിൽ നമുക്ക് സെറ്റീസ് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് ഇതിൻ്റെ TV സ്പേസ് കൊടുത്തിട്ടുള്ളത്. വലിപ്പമുള്ളൊരു TV ഹാങ് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഭംഗിയായിട്ട് TV യൂണിറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഡൈനിങ്ങിലേക്കാണ് പോകുന്നത്. ഡൈനിങ് സ്പേസിനെ കവർ ചെയ്തുകൊണ്ടൊരു ഭംഗിയുള്ളൊരു വർക്കും വരുന്നുണ്ട്. ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. 6 ചെയറിൻ്റെ ഒരു ടേബിൾ ഈസി ആയിട്ട് വീഴുന്ന രീതിയിലൊരു സ്പേസും കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. ഇതൊരു 3 പാളി ജനലാണ് വന്നിരിക്കുന്നത് നോർത്ത് സൈഡിൽ. ഇനി വാഷ് കൗണ്ടർ ആണെന്നുണ്ടെങ്കിൽ വലിപ്പമുള്ളൊരു വാഷ് കൗണ്ടറാണ്. സെറയുടെ ഫിറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. LED മിററൊക്കെ വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ടവൽ റാഡ് വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. അപ്പം ഭംഗിയായിട്ടൊരു വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ കിച്ചൺ വന്നിരിക്കുന്നത്. ഈസ്റ്റിലേക്ക് ഫുഡും ഹോബും ചെയ്യാവുന്ന രീതിയിലാണ് അതിൻ്റെ നോബും ഗ്യാസിൻ്റെ നോബും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. സഫീഷ്യൻ്റ് ആയിട്ടുള്ള വിഡ്ത്ത് കീപ്പ് ചെയ്തിട്ടുണ്ട് ഗ്രാനൈറ്റിന്. ഇത് കൂടാതെ തന്നെ ഇവിടെ ക്വാളിറ്റി ഉള്ളൊരു സിങ്കും ടാപ്പും വന്നിട്ടുണ്ട്. നോർത്ത് സൈഡിൽ 3 പാളി ജനലാണ് വന്നിരിക്കുന്നത്. വെസ്റ്റ് സൈഡിൽ 2 പാളി ജനലും വന്നിട്ടുണ്ട്. ഫ്രിഡ്ജ് വെക്കാനായിട്ട് ഈ സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വർക്ക് സ്പേസിലേക്ക് വരാം. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ട് ഫുള്ള് കവർ ചെയ്തിരിക്കുന്ന ഒരു വർക്ക് ഏരിയ കിട്ടിയിട്ടുണ്ട്. ഗ്രാനൈറ്റാണ് വിരിച്ചിരിക്കുന്നത്. ക്വാളിറ്റിയുള്ള സിങ്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് സൗത്ത് വെസ്റ്റ് ഭാഗമാണ്. അവിടെയും നമുക്ക് സ്പേസ് ഉണ്ട്. 2 സൈഡും ഗ്രില്ല് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നിരിക്കുന്നത്. ഏകദേശം 12 അടി നീളവും 10 അടി വീതിയുള്ള ബെഡ്റൂമാണ് വന്നിരിക്കുന്നത്. ഇതാണ് സൗത്ത് സൈഡ്. ഇത് വെസ്റ്റ് സൈഡാണ്. ഭംഗിയുള്ള കബോർഡ് വന്നിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആണ്. നമുക്കിനി ബാത്റൂം ഒന്ന് നോക്കാം. സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിരിക്കുന്നു. ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ഷവർ കോക്ക്, റെയിൻ ഷവർ, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫൈബർ ഡോറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്.
ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് ഏകദേശം 11 അടി നീളവും 10 അടി വീതിയിലുമാണ്. ഇത് ഈസ്റ്റ് സൈഡാണ്. ഇവിടെയായിട്ട് ഫ്രഞ്ച് വിൻഡോ വന്നിട്ടുണ്ട്, കബോർഡ് വന്നിട്ടുണ്ട്, ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് പോവുകയാണ്. സ്റ്റെയർ വന്നിരിക്കുന്നത് റൈറ്റ് സൈഡിലാണ്. ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് ടോപ്പിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ, അതിനകത്ത് സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് സൗത്ത് സൈഡാണ്. പെർഗോള വരുന്നുണ്ട്. മേലെ ജിപ്സം പാനൽ വർക്കും ചെയ്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ കയറി ചെല്ലുന്നത്. ഇവിടെയും നമുക്ക് സ്പേസ് ഉണ്ട്. ഇവിടെ പവർ പോയിൻ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒരു സ്റ്റഡി ടേബിളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ധാരാളമായിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് പോവാം. 11 അടി നീളവും 10 അടി വീതിയിലുമാണ് ഈ ബെഡ്റൂം വന്നിരിക്കുന്നത്. ഇത് ഈസ്റ്റ് സൈഡാണ്. വശങ്ങളിലായിട്ട് കബോർഡ് കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് റൂമാണ്. നമുക്ക് ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. 2 ടാപ്പ്, ഷവർ കോക്ക്, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിൻ്റൊക്കെ വരുന്നുണ്ട്. എക്സോസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് പോകുന്നത്. ഫുള്ള് ഷീറ്റ് വർക്ക് ചെയ്തിരിക്കുകയാണ്. താഴെ കൊടുത്തിരിക്കുന്ന ടൈല് മാറ്റ് 2x2 ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡ് പോളികാർബൺ ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലെ മെഷാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷികളൊന്നും കയറാത്ത രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഓപ്പൺ ടെറ സൈഡിലേക്ക് കയറുന്ന ഭാഗമാണ് ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ കയറാനുള്ള ഭാഗം അടച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ തന്നെ ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ്റെ പവർ പോയിൻ്റ്, വാട്ടർ പോയിൻ്റ്, വേസ്റ്റ് ലൈനൊക്കെ കണക്ട് ചെയ്യാം. അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. ഇനി പുറകിൽ നിന്ന്, അതായത് ബാക്ക് സൈഡിൽ നിന്നും കയറാനായിട്ടുള്ളൊരു എൻട്രൻസും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിനി വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലാണ് വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഏകദേശം ഒരു 14 അടി നീളവും 12 അടി വീതിയുള്ള ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂം തന്നെ പറയാം. ഇവിടെയായിട്ടാണ് കബോർഡ് വന്നുള്ളത്. വലിപ്പമുള്ള കബോർഡാണ്. ഇവിടെയായിട്ട് പവർ പോയിൻ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാത്റൂം ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. വാഷ് ബേസിൻ ഇനി മിറർ വരാനുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റാണ് കൊടുത്തിരിക്കുന്നത്. 2 ടാപ്പും ഷവർ കോക്കും റെയിൻ ഷവറും ഹീറ്റിൻ്റെ പോയിൻറ്റും ഒക്കെ വരുന്നുണ്ട്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ വിത്ത് ഗ്ലോസിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. ഓപ്പൺ ബാൽക്കണിയിലേക്കാണ് നമ്മളിപ്പോൾ വരുന്നത്. ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റീലിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. താഴെ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വരുന്നുണ്ട്. മേലെ വെള്ളം അകത്തേക്ക് വരാത്ത രീതിയിൽ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പോളികാർബണേറ്റ് ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ലെങ്തി ആയിട്ടുള്ള ബാൽക്കണിയാണ് വന്നിരിക്കുന്നത്. 1, 2, 3 ചെയർബാൻഡ് സ്പേസ് വരുന്നുണ്ട്. കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഈ ബാൽക്കണി വരുന്നത്. മനോഹരമായുള്ള വീടിൻ്റെ കാഴ്ചയാണ് കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. ആലുവയ്ക്കും കളമശ്ശേരിക്കും വളരെ അടുത്തായിട്ട് മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 4 സെൻറ്റ് 170 ലിങ്ക്സ് ലാൻഡ് ഏരിയയിൽ 2000 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് 77 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിളുമാണ്. എല്ലാം ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ, വീടെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മടിക്കാതെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പ്രോജക്റ്റുകളും നമ്മുടെ പക്കലുണ്ട്. നിങ്ങളുടെ മനസ്സിനിണങ്ങുന്ന വീടുകൾ അതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീടിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.